ഇന്നത്തെ കൊള്ളനൂർ ചന്തയാണ് കേട്ടോ. ഇന്നിപ്പോ പോത്തൊന്നുമില്ല, ഒക്കെ മോരിക്കുട്ടികളാ അല്ലേ? പോത്തില്ല, ഫുള്ള് മോരികളാ. മോരും പറ്റും. ചൂടാറിയില്ല വേണം അവരോട് ചോദിക്കുമ്പോഴേ എന്താപ്പോ കച്ചവടം കുറച്ച് ഡിമ്മ പറ്റ മോശായ പറഞ്ഞാല് കന്ന് വിലയായിട്ട്. ആ, കന്ന് വരാത്ത പ്രശ്നമുണ്ടോ? കന്ന് വരാത്ത ചെറിയ പ്രശ്നമുണ്ട്. അതെ, ഇതൊക്കെ ലേഡീസ് വനിതാ പോത്തുകൾ. പോത്തുകളൊക്കെ കൊടുക്കും. ആ, ഇതൊക്കെ വനിതാ പോത്തുകളാണ് അല്ലേ? ഇതൊക്കെ എന്ത് വിലയുടെയാണ് ഈ വനിതാ പോത്ത്? എന്താ ചെറിയ കയ്യിലുള്ളൂ. ഇന്ന് കൊള്ളനൂര് ചന്തയിൽ വന്ന വനിതാ പോത്തുകളാണ്. പോത്തുകൾ വളരെ കുറവാണ്. ഇതൊക്കെ അവിടുന്നൊക്കെ എത്ര റുപ്യക്ക് ഇങ്ങോട്ട് വില വരും? ഏത് ആ അറ്റത്തുനിന്ന്? ആ തലക്കന്ന് 50 മുതൽ ഈ തല വരെ 70 വരെ ഉണ്ട്. 70 വരെ ഉണ്ട്. ഈ ചെറുതൊക്കെ വില അറിയില്ലേ? ചെറുത് 40 വിലക്കൊക്കെ വരും. ക്വാളിറ്റിക്ക് അനുസരിച്ച്. ആ വലിയ മൂപ്പനാ നിൽക്കണേ തലക്കത്ത് 80,000 ചോദിക്കണേ 80,000 കൊടുക്കുമ്പോ പറയൂ. പിന്നിലൊന്ന് പോയി പിന്നിലൊക്കെ ഉണ്ട്. അതാണ് അവസ്ഥ. പറ്റ പൊടുത്തം വിട്ട് അല്ലേ? അന്ന് പെരുന്നാളായപ്പോ ഫുള്ള് നല്ല റേഞ്ചായി. എന്തേലും ചായക്കായി ഇങ്ങനെ കിട്ടുമ്പോ കൊടുക്കാന്നല്ലാതെ ആ മുമ്പത്തെ കൂത്താട്ടൊക്കെ കഴിഞ്ഞ് അതൊക്കെ പിടുത്തം വിട്ടല്ലേ? വേറെ പണിക്ക് പോവല്ലേ? വേറെ പണിക്ക് പോയിക്കോ, ഇനിയിപ്പോ ഇതായിട്ട് നടന്നിട്ട് കാര്യമില്ലാന്ന്. ആ വേണ്ട, ഇന്നായിട്ട് പോരെ. ഞാൻ കിണർ പണിയാ മണ്ണ് വലിക്കാൻ തന്നാ മതി. ഇത് വനിതാഭാഗത്തെ കുറച്ച് ചന്തിക്കാനുണ്ട് കേട്ടാ. ഇത് എല്ലാ പെൺകുട്ടികള് പ്രസവിക്കാത്ത കുളികുട്ടികൾ. സുന്ദരിയാളാ. പ്രസവം നിർത്തിയതാവും. അല്ല പ്രസവിച്ചിട്ടില്ല. അതെ, കൂളി. ഏസിയില് പൈസ കൂടില്ലേ? പാലക്കാട് ഒരു ഹോട്ടലിൽ പോയി ദോശ കഴിച്ചിട്ട് ഞാൻ ബില്ല് കൊടുക്കുമ്പോ ഒരു പെണ്ണ് വന്ന് ചോദിക്കുക എത്ര. ആദ്യം വന്നിട്ട് ഒരു റോസ്റ്റാ 120 രൂപ വരും കാപ്പിയേഴ്സ്. അപ്പൊ ഒരു പെണ്ണ് വന്ന് ചോദിക്കണം ഏസിയിൽ പോയി ഇത് എത്ര വില? 140. ആന്നാ ഏസി കൊണ്ടുപോയോ? ഇത് അവർക്ക് പറ്റും, നമുക്ക് പറ്റില്ല. നമ്മൾ അധ്വാനിച്ചിട്ട് ഞാന് 120 കൊടുക്കാൻ വൈകി കത്തിട്ടിരിക്കുകയാണ്. ഒരു പെണ്ണ് വന്ന് ചോദിക്കുകയാണ് ഏസി പോയി ഇതിന് എത്ര വേണമെന്ന്. അപ്പൊ 140, 20 കൂടി. കായ് കൂടിയില്ലേ? അത് തന്നെ അവർക്ക് പ്രശ്നമല്ലേ? അതൊക്കെ ഇപ്പൊ ഈ മുരിക്കുട്ടറ മേലും മേടിക്കാൻ ചിട്ടങ്ങള് ഏസിയിൽ പറ്റിക്കാൻ പറ്റും. എ സി പോയി തിരിഞ്ഞ് കയറിയിട്ട് അതിപ്പോ മൂരിക്കുട്ടറ മേലിന് മേടിക്കുക. ഹോട്ടലിൽ പോയിട്ട് ഏസി കുട്ടി. ഇതൊക്കെ മൂരിക്കുട്ടിന്റെ മേലെയാ. എരുമക്കുട്ടി എന്താ എരുമക്കുട്ടി? 31 രൂപ. അയ്യോ, അങ്ങനെയൊന്നും വേണം. 31 23 കൊടുത്താ 30 പോയി. അല്ല അപ്പൊ എ സിയിലല്ല വേറെന്തോ കേറിക്ക്. 31 പറയുമ്പോ
വേണ്ട 20 കുട്ടികളൊക്കെ നല്ല കുട്ടികൾ എല്ലാം വിലക്കുണ്ട് ഒക്കെ 15-14 വിലയുള്ളൂ നല്ല കുട്ടികളാണ്. അതെ 15 താഴെ കൊടുക്കുമ്പോ എങ്ങനെയാവും ഒക്കെ എങ്ങനെ നിലവാരത്തിന് കൊടുക്കും അല്ല എങ്ങനെ വെച്ചാലും കൊടുക്കും അല്ല 15 ചില 12 ആവും ചില 13 ആവും 10ന്റെ താഴത്തേക്കാവോ 10ന്റെ താഴത്തേക്കാവോ അല്ല നിങ്ങൾ താവും പറഞ്ഞ് അങ്ങനെയാവില്ല 15ന്റെ താഴെ 15ന്റെ താഴെ 10ന്റെ മേലെ 15ന്റെ താഴെ പറഞ്ഞാൽ പിന്നെ അങ്ങോട്ട് വരുമ്പോ ഒക്കെ താഴത്തേക്കല്ലേ താഴെ പിന്നെന്താ AC കേറിട്ടേ 20 രൂപ കൂടുതൽ മേടിച്ചത്ര എന്നെ കൊണ്ടല്ല നമ്മള് AC ഇല്ല ഒരു ദോശ പിന്നെ അപ്പൊ എന്താ പറഞ്ഞോടുക്ക് ഈ 3 ഞാൻ പറഞ്ഞേക്ക് ഈ 4 ആയിക്കോട്ടെ നല്ല കുട്ടിയല്ലേ ഇത് നല്ല കുട്ടിയല്ലേ പിന്നെന്താ കുട്ടികളൊക്കെ നല്ല കുട്ടി തന്നെ ഒന്നും ഇപ്പൊ മോശം പറയല്ലോ നല്ല കുട്ടികളാ ഇവിടെ മൂരിക്കുട്ടികളെ കേട്ടുള്ളത് മൂരിക്കുട്ടികളെ കച്ചവടം ചെയ്യാം പിന്നെ എരുമയുള്ള വനിതാ പോത്ത് നമ്മളത് മേടിക്കണേ ആ 4 കൊടുക്കി ചോദിച്ചാ നോക്കൂല അടിയലി നിങ്ങൾ ചെയ്യ കച്ചവടം ചെയ്യും ഞാൻ അടി കൊണ്ട് വൈറ്റ് നടക്കണേ ഇവിടെ ഒരു കച്ചവടം നടക്കുമ്പോ പിന്നെ അങ്ങോട്ട് ഓടി വരില്ല. ഇന്ന് ബജ്ജികളാണ് കൂടുതൽ ബജ്ജു മോജു പോത്ത് കാണാനില്ല പോത്തുകളൊക്കെ ഓടിപ്പോയോണ്ട് കയറുമല പിടുത്തം വിട്ട് ഓടി ആ നടക്കില്ല. ഇതെന്തേ അന്നെ കൊണ്ടുപോകേണ്ടി വരുമോ ഏതില് അപ്പൊ ഇത് 102ാമത്തെ ആളാ 101 അതെ 102ാമത്തെ ആളാ എന്നിട്ട് കച്ചവടമായില്ല. അത് നോക്കിട്ട് പോവല്ലേ അതിനെ പറ്റി ആള് വരുന്നു അതിന് വരുന്നുള്ള ആള് വരുന്നു. അപ്പൊ ഒരു കാര്യം ചെയ്യാൻ സർക്കസ് കൂടാതെ ഉണ്ടാക്കണോ നോക്കിട്ട് പോവുകയാണെങ്കിൽ അത് കേരളമുള്ള ആള് വന്ന് അത് കൊണ്ട് അതല്ല പിന്നെ 20 പറഞ്ഞിട്ടുണ്ടോ നിങ്ങള് പിന്നെന്താ ഇല്ല അപ്പൊ ഇല്ലാത്തേ പറയുള്ളൂ. പിന്നെ അപ്പൊ നിങ്ങളല്ലേ പറഞ്ഞു 15ന്റെ അടിയിൽ കൊടുക്കുന്നു ഒന്നിച്ച് കൊടുക്കുമ്പോ അപ്പൊ അങ്ങനെയാ പിന്നെ ഒന്നിച്ച് ഓർന്നല്ല ഒന്നിച്ചെടുക്കുകയാണെങ്കിൽ ലെവലിൽ കൊടുക്കാം 15 താഴെ കൊടുക്കാം 15ന്റെ താഴെ കൊടുക്കാം 15ന്റെ താഴെ കൊടുക്കാതെ മൊത്തത്തിൽ കൊണ്ടുപോകണം മൊത്തത്തിൽ കൊണ്ടുപോകുമ്പോ 15ന്റെ താഴെ കൊടുക്കാതാണ്. അയ്യോ ഞാൻ നിങ്ങളെ കുറ്റം പറയില്ല നിങ്ങൾ വേറെ ആരും ചോദിക്കാൻ തരാം വേറെ ഏത് വേണേ ചോദിക്കാം. ഇതെന്തത് അതെന്താണിത് ഇത് ഇത് നോക്കാനപ്പോ ഇതെന്തത് എത്ര ഇതിനാ വെറുതെ അല്ല ഒരു മനുഷ്യ ഇപ്പളെ ചന്ത വരാത്ത 15 ഉറുപ്പിക പറഞ്ഞ എന്ത് 3 കുട്ടിയല്ലേ എന്നിട്ട് മേടിച്ചാ ശരി ആ തരില്ല വില ഉണ്ടാവും. പിന്നെ വലിയ ഒരു കുട്ടികളാ മോരിക്കുട്ടി മോരിക്കുട്ടി ബജ്ജി ബൈക്കള എന്തായാലും 2 കോടി 45 കൊടുക്കുമ്പോ ലാസ്റ്റ് എങ്ങനെ കൊടുക്കാം മര്യാദ നിങ്ങൾ മനസ്സിൽ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ
റുപ്യ രണ്ടും പാടെ കൊടുക്കുള്ളൂ. ഓരോന്നും പിരിച്ചു കൊടുക്കും. ആ ഓരോന്നും എന്തായാലും ഓരോന്ന് 25, 20. അപ്പൊ 40 ഇപ്പൊ നിങ്ങള് ലാസ്റ്റ് പറഞ്ഞേ. രണ്ടും കൂടി കൊടുക്കുമ്പോ അങ്ങനെ എടുക്കും, ഒറ്റ കൊടുക്കുമ്പോ അങ്ങനെയല്ലേ കൊടുക്കുക. അപ്പൊ രണ്ടും പാടാകുമ്പോ ഒന്നും കൂടി കുറയില്ലേ? കുറയും, മര്യാദ കുറയും. അതെ പയ്യ് എനിക്ക് പയ്യാണോ? എന്താ വേണ്ട? എട്ടെണ്ണുണ്ട്. മര്യാദ നമ്മളോട് വരാം. പയ്യാണ്ട് പോരെ? അതിനെന്താ? ആ ഇജ്ജാണ് പോയ ഇജ്ജ് വന്നിട്ട് സംസാരിക്കുന്നിട്ടല്ലേ? രാജസ്ഥാനുണ്ട്, ബഹ്റൈനുണ്ട്, എല്ലാം ഉണ്ട്. എന്താ എല്ലാ കുട്ടികളും നമുക്ക് കൊണ്ടുവരൂടെ? പാസ്പോർട്ടൊക്കെ ഉണ്ടെങ്കിൽ ഒക്കെ കൊണ്ടുവരാം അല്ലേ? ബഹ്റൈനിൽ നിന്ന് പോത്തിന് കൊടുത്താ എന്താ? ചെറിയ പാത്രത്തിൽ നിന്നും വെള്ളം കുടിക്കില്ല. അതാണ് ബജ്ജിക്ക് ആളൊന്നുണ്ട്. ബജ്ജിയ വില പറഞ്ഞു കൊടുക്കുന്നു ഇല്ല. ബജ്ജിനെ പിടിച്ചു നിന്നിട്ട് കാര്യമില്ലല്ലോ. ഞാൻ കൊണ്ടുപോയിട്ട് 20 ദിവസം 25 ദിവസം കഴിഞ്ഞാൽ നമ്മൾ കൊണ്ട് മേടിച്ച കാശില്ല. ഇജ്ജ് ഇവിടെ വലിയ വടിയും വലിയ ടൗസറൊക്കെ ഇട്ടാണ്. എന്നിട്ട് പറയും ഞാൻ പെരുമ്പിലായിൽ പോത്തോണ്ടിരും അവിടെ അതെ എന്നും അങ്ങനെ തന്നെ പറിച്ചത് കഴിഞ്ഞു. ഇപ്പൊ ഇന്ന് കുറവാണല്ലോ കന്നൊക്കെ. എന്താ ഇപ്പൊ പ്രശ്നം നടക്കണത്? എല്ലായിടത്തും വില. അപ്പൊ ഇനി വലിയ കിണർപണിക്ക് പോകേണ്ടി വരും ഇതൊക്കെ നിർത്തിയിട്ട് അല്ലേ? അതിനുള്ള ടൈം ആയിക്കണേ. എന്തേ ഇന്നില്ല. ഞാൻ ആളിനെ വിളിച്ച് കായില്ല. ഞങ്ങൾ കായില്ല നടക്കാരാ. എത്രയുണ്ടോ?